ഹലോ ഗായ്സ്, വാട്ട്സ്ആപ്പ്, ഇറ്റ്സ് മീ വിക്സൽ സായി. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ ഗസ്റ്റ് ഇന്ന് വരുന്നൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ. വരുമോയെന്നറിയില്ല, അവനൊന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ചത്തേൻ്റെ ഹാങ് ഓവറാണ് ഇതൊക്കെ, ഇതൊക്കെ അവിടെ എവിടെയൊക്കെ കിടക്കുന്നത്. കുഴപ്പമില്ല. നമ്മൾ ഒന്ന് ഒരു മിനിറ്റ് നോക്കട്ടെ, സൂരജ് ഇല്ല അച്ചു വരുമോയെന്ന്. അച്ചു ഇപ്പോൾ വരുമോ ഇല്ല ഗൈസ്. അവൻ എപ്പോഴും ഓൺലൈനിൽ കയറിയിട്ടില്ല. അവൻ കയറാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കയറിയിട്ടില്ല. അവൻ കയറുമായിരിക്കും. അപ്പോഴേക്കും നമുക്ക് ഇന്നലെ മെൽറ്റ് ചെയ്യാൻ വെച്ചാൽ ഇവിടെ കുറച്ച് കോപ്പറുണ്ട്, അത് മൈൻഡ് ചെയ്തിട്ടെ എന്നിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം ഗൈസ്. അപ്പോൾ ഒന്ന് കുറച്ച് ഈ കോപ്പറൊന്ന് മൈൻഡ് ചെയ്യട്ടെ, എന്നിട്ട് വേണം ഈ കോപ്പറും കൊണ്ട് വേണം അവൻ ആർമർ ഉണ്ടാക്കി കൊടുക്കാൻ. ആർമറും ടൂൾസൊക്കെ ഇപ്പം എൻ്റെ ആ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ എത്രയോ കോപ്പർ ഇരിക്കുന്നുണ്ട്. അത് ഫുള്ള് സ്മെൽറ്റായി കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് സ്മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് അവൻ അവിടെ എവിടെയെങ്കിലും സ്പോണായിട്ടുണ്ടാവുമോ ഗൈസ്? അപ്പോൾ നോക്കാം ഗൈസ്. എന്തോ തല്ലുന്നുണ്ട്. അയ്യോ, സോംബി. ഞാൻ പേടിച്ചു. പച്ചത്തന്നെ ഇവിടെ വെള്ളം ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ പൊന്നു, എൻ്റെ അവസ്ഥ. കയറി ഇതിനെ മാറ്റിയിട്ട് വേഗം പോവാൻ എനിക്ക് ദേഷ്യം വരുന്നത്. ഈ സൂരജ് അവിടെയാണ് സ്പോണായിട്ടൊന്നുമില്ല. എന്തായാലും മേലെ കയറി പോവുക ഗൈസ്. സൂരജ് ഇപ്പോഴും കയറിയിട്ടൊന്നുമില്ല. സോഷ്യലിൽ 0 തന്നെയാണ് കാണിക്കുന്നത്. നമുക്ക് കുറച്ച് എന്തെങ്കിലും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് കയറി പോകണം. ഹങ്കറൊക്കെ കുറവാണ്. എന്താണിത്? അച്ചു വന്നില്ലെങ്കിലേ പണിപ്പാളും ഗൈസ്. ഒന്ന് വിളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒന്നും പറയരുത്. അതൊക്കെ അത്രേ ഉള്ളൂ. ചിലപ്പോഴേ അവന് കിട്ടാൻ ചാൻസ് ഉള്ളൂ ഗൈസ്. അയ്യോ, ഒരു ഹട്ട് വെള്ളം തിന്നു. അപ്പോൾ ബീഫ് മാത്രമേ ഇപ്പോൾ കയ്യിലുള്ളൂ. അപ്പോൾ അതെങ്കിലും എടുത്ത് തിന്നാം. വേഗം മേലേക്ക് കയറി പോകണമല്ലോ. അങ്ങനെ മേലെ എത്തുമോ? ഇപ്പോഴും സൂരജ് കയറിയിട്ടില്ല, അച്ചു കയറിയിട്ടില്ല ഗൈസ്. ഈ സൂരജ് എന്ന് മാത്രമേ വായിൽ വരുന്നുള്ളൂ, കാരണം എൻ്റെ ശരിക്കത്തെ പേര് സൂരജ് എന്നാണ്. അച്ചു എനിക്ക് അച്ചു എന്ന് വിളിച്ച ശീലമില്ല. വേഗം പോയിട്ട് കുറച്ച് സ്മെൽറ്റ് ചെയ്യാൻ വെച്ച കോപ്പറൊക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ. ഗൈസ് 37 ഉണ്ട്. അത് നിങ്ങൾ സെറ്റായി വരട്ടെ. ആ ടൈം കൊണ്ട് എനിക്ക് ആർമറും ടൂൾസൊക്കെ ഉണ്ടാക്കാം. ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ഹെൽമെറ്റ്, ഒരു ബൂട്ട്സ്, ഒരു ലെഗിൻസ്, പിന്നെ എൻ്റെ ഒരു പട്ടിക്കുട്ടി ഉണ്ട് ഗൈസ്. അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബൗ. അപ്പോൾ നിങ്ങളത് ഒരുപാട് കാര്യമാക്കണ്ട. ഇനി എത്ര ഉണ്ട്? ഒരു 13 ഉണ്ട്. സൂരജിന് അച്ചുവിന് ആർമറും ടൂൾസൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്തോ നോക്കട്ടെ കേസ്. കുറച്ച് മരം സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ആർമർ ടൂൾസൊക്കെ വേണം. സ്റ്റിക്കൊക്കെ കുറവാണ്, വുഡേ കുറവാണ്. അപ്പോൾ ഇവിടെ നിന്നും കൂടി കുറച്ച് ആ ഒരു വുഡ് അങ്ങോട്ട് ഒപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് കേട്ടോയാ വേഗം കയറിപ്പോകണം ഗൈസ്. ഇപ്പോൾ അവനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലിലിരിക്കും ഗൈസ് വീഡിയോ. അവൻ വീണ്ടും കയറിയിട്ടില്ല ഗൈസ്. അവൻ ചിലപ്പോൾ ഒന്ന് വരാൻ ചാൻസ് ഇല്ല ഗൈസ്. അപ്പോൾ അവന് നാളത്തെ രാവിലെ ഒരു വീഡിയോ ഇടും, അതിൽ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോഴുള്ള വീഡിയോയിൽ നിങ്ങൾ കാണണം ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് അതിന് ടൂൾസും ആർമറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു പിക്കാക്സ്, ഒരു ഷവല്, ഒരു വാളെന്തോ കൂടി ഉണ്ടാക്കാനല്ലോ, ഒരെണ്ണം കൂടി ഉണ്ടാക്കാനല്ലോ, ഒരു ആക്സാണ് ഗൈസ്. ഒരു ആക്സ് ഉണ്ടാക്കാം. അതൊക്കെ കൂടി നമുക്ക് ഓരോന്നായിട്ട് നമ്മളുടെ സ്വന്തം ചെസ്റ്റിലോട്ട് ആഡ് ചെയ്ത് വെക്കാം. ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി ആർമർ ഉണ്ടാക്കണം. ആർമർ ഉണ്ടാക്കാനുള്ള 4 കോപ്പറിൻ്റെ അടുത്തുണ്ട്.
ഇപ്പം സൂരജ് കയറിയിട്ടില്ല. ഒരു എന്തുണ്ടാക്കാം ഇപ്പോൾ? ആർമർ ഗൈസ് 2 അയൺ ഇരിക്കുന്നുണ്ട്. അവന് ഷീൽഡ് ഉണ്ടാക്കി വയ്ക്കുക ഗൈസ്. അവനൊരു എന്നെപ്പോലത്തെ പ്രോ പ്ലെയർ ആയതുകൊണ്ട് ഷീൽഡ് നല്ല അത്യാവശ്യമാണ് ഗൈസ്. സോമിൻ്റെ അടിയൊക്കെ കൊണ്ട് എപ്പോഴാണ് ചാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ സ്കെൽട്ടനെ കണ്ടവരെ പേടിച്ചോടുന്ന ടീമാണ് ഗൈസ്. അല്ല, സോംബിനെ കണ്ട. പക്ഷെ കുട്ടി സോംബി ഭയങ്കര പ്രോയാണ് ഗൈസ്. എന്താ ചെയ്യുക, അതിനെ നമുക്ക് ഭയങ്കര പേടിയാണ്. ചെക്കന ആർമറൊക്കെ ഉണ്ടാക്കി വയ്ക്കുക ഗൈസ്. ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ വിട്ടിട്ടില്ല. അവൻ വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അവൻ വന്നില്ലെങ്കിൽ പറ്റില്ല. ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം, ഒരു ബൂട്ട് ഉണ്ടാക്കാം, ലെഗിൻസ് ഉണ്ടാക്കാനുള്ളതാണ്. അതുപോലും ഇല്ലേ. വേഗം 6 ഒരു ലെഗിൻസ് ഉണ്ടാക്കാനുള്ളതായോ? ലെഗിൻസ് ഉണ്ടാക്കാം ഗൈസ്. അങ്ങനെ അതവിടെ വെച്ചിട്ടൊന്ന് അസംബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഒന്ന് സ്മെൽട്ടായിട്ട് വേണം നമുക്ക് ഒരു ഹെൽമെറ്റും കൂടി ഉണ്ടാക്കാൻ. ഇപ്പം എൻ്റെ തുരനും കൂടി ഉണ്ട്. 5 ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കണമെങ്കിൽ. ഇപ്പം 2 ഒരെണ്ണം കൂടി വേഗമാവട്ടെ. ഒരു പന്നി ഗൈസ്, നമുക്ക് അതിനെ പോയി തല്ലിക്കൊല്ലാം. എന്നിട്ട് കുറച്ച് ഗൈസ് 6 XP ഉണ്ട് ഗൈസ്. 6 ലെവൽ 6 ഉണ്ട് ഗൈസ്. ഇപ്പോൾ കുറച്ചും കൂടി എടുക്കാം. 6 തന്നെയാണ്. ഇപ്പോൾ സൂരജ് കയറിയിട്ടില്ല, അച്ചു കയറിയിട്ടില്ല ഗൈസ്. അവൻ്റെ മറ്റേ ഗെയിം ടാഗ് അച്ചു എന്നാണെങ്കിലും ഞാൻ സൂരജ് എന്ന് വിളിക്കുള്ളൂ കേട്ടോ. അത് നിങ്ങൾ നോക്കണം. അങ്ങനെ ഒരു ഹെൽമെറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സൂരജിന് ഫുൾ ആർമറും ടൂൾസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ വന്ന് കിട്ടിയാൽ മതി. ഒരു ഷീൽഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. വരുമോ എന്തോ. അവൻ വരുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം? അവൻ വരുന്നവരെ മേലെ പോയി കുറച്ച് മൈനിങ് ഒക്കെ ചെയ്താലോ? മേലെ നമ്മൾ ഈ ഒരു സ്ഥലമൊക്കെ സെറ്റ് ചെയ്യുന്ന മറ്റേ ടെറഫോമിങ് ചെയ്യുന്നില്ലേ, അതൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഇനി വഴി മറക്കാണ്ടിരിക്കാൻ എന്താണ്, എന്തോ ചെയ്യണം. ശവലം കൊണ്ടൊന്ന് ഞെക്കി കൊടുക്കണം. അതൊന്ന് മേലെ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് ഇവിടുത്തെ ഡേർട്ടൊക്കെ എടുത്ത് കളയാം. ആകെ 4 ഡേർട്ടേ ഉള്ളൂ ഗൈസ്, അല്ല 3 ഉള്ളൂ. എൻ്റെ കാൽക്കുലേഷനൊക്കെ അങ്ങനെ തെറ്റിക്കൊണ്ടേ ഇരിക്കുകയെന്നെ. പിന്നെ നമ്മളത് മൈൻഡാക്കണ്ട. നമുക്ക് ഈ ഒരു അയൺ പിക്കാക്സും കൊണ്ട് തന്നെ ചെയ്യാം. എനിക്ക് വേണം, നമുക്ക് അയൺ പിക്കാക്സും കൊണ്ട് തന്നെ ചെയ്യണം. നമുക്ക് പോയിട്ട് കുറേ കോപ്പർ അടിക്കണില്ലേ, അതുകൊണ്ട് പിക്കാക്സും ഷവലും ഉണ്ടാക്കിയിട്ട് വന്നാൽ അതും കൊണ്ട് ഇവിടെ ടെറഫോമിങ് ചെയ്താലോ? ശരി, അതിനെ ചെയ്യാം. അപ്പോൾ അതിനെ ചെയ്യാം. നേരെ പോകണം. താഴെ പോയിട്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാം. അതാ കേസ് നമ്മുടെ മഞ്ഞ ഡേർട്ടിൻ്റെ പാത്ത് അതിന് പാത്ത് എന്നാണ് കേസ് പറയുക. വില്ലേജിലൊക്കെ കാണില്ലേ കേസ്, അതാണ്. ഇത് പോർക്കിൻ്റെ ആ സാധനം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. കുറേ XP ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കണം ഗൈസ്. 1 XP കൂടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 7 XP ലെവലാവും. എൻ്റെ ടൂൾസൊക്കെ എടുത്ത് എൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് 12 13 ഗൈസ്. ബാക്കിൽ ഒരേ പട്ടി പോലെയാണ് ഗൈസ്. എനിക്കിത് പിടിക്കുന്നില്ല, നിങ്ങളൊന്ന് ക്ഷമിച്ച് വിട് ഗൈസ്. ഈ പട്ടികളെ കൊണ്ടുള്ളൊരു ശല്യം. ഈ പട്ടി ഞാനാണോ ഉണ്ടാക്കിയത് ഗൈസ്? നിങ്ങളത് മൈൻഡാക്കണ്ട. തന്നെ കുറച്ച് എമറാൾഡ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്, അതൊക്കെ എടുത്ത് വയ്ക്കാം ഗൈസ്. അപ്പോൾ മേലെ പോയിട്ട് കുറച്ച് വാളല്ല പാത്തവിടെയാണ്, അതവിടെ ഉണ്ട്. അപ്പോൾ പാത്തൊക്കെ കൊണ്ട് ഇതാക്കാം ഗൈസ്. ടൈം ഒരുപാടായില്ലോ ഗൈസ്, സൂരജ് വന്നിട്ടില്ല ഗൈസ്. എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു തന്നെ ഇന്നത്തെ വീഡിയോയിൽ അവൻ വരില്ല. പിന്നെ ഗൈസ്, അപ്പോൾ നമ്മുടെ നാളത്തെ വീഡിയോൻ്റെ കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലമൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് ഒരു വീട് കെട്ടും.
പക്ഷെ നാളത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് കെട്ടിക്കഴിഞ്ഞിട്ടേ വീഡിയോ നിർത്തുള്ളൂ, ഒരു ഡേ ഒന്നുമില്ല. വീട് കെട്ടിക്കഴിഞ്ഞിട്ടേ വീഡിയോ നിർത്തുള്ളൂ ഗൈസ്. അപ്പം അതാണ് നമ്മുടെ ലക്ഷ്യം. നാളത്തെ തീമാണ് വീട് കെട്ടൽ. വീട് കെട്ടുമ്പോഴെങ്കിലും സൂരജ് കൂടെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഗൈസ് രാത്രിയായി. അപ്പം അറിയാവുന്ന പോലെ തന്നെ രാത്രിയായാൽ എനിക്ക് വീഡിയോ നിർത്തേണ്ടതായി വരും. കാരണം എനിക്ക് വയ്യ ഫൈറ്റ് ചെയ്ത് ചാവാൻ. അതുകൊണ്ട് ഗൈസ് അപ്പോൾ നമുക്കൊന്ന് ഉറങ്ങിയിട്ട് എക്സ്ട്രാ പറയാം. ഉറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. സൂരജ് വരാത്തതിൽ നല്ല വിഷമമുണ്ട്. ബൈ.